ലോയേഴ്സ് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ വി.എസ്. ചന്ദ്രശേഖരനെതിരെ വെളിപ്പെടുത്തലുമായി നടി മീനു മുനീർ. ഹോട്ടലിലേക്ക് വിളിച്ചു വരുത്തി മറ്റൊരാൾക്ക് കാഴ്ചവെക്കാൻ ശ്രമിച്ചു എന്നാണ് ആരോപണം. കെ.പി.സി.സി പ്രസിഡന്റ് കെ. സുധാകരന്റെ നോമിനിയാണ് ചന്ദ്രശേഖരൻ. ഇതുമായി ബന്ധപ്പെട്ട മീനുവിന്റെ വാക്കുകൾ ആദ്യം കേൾക്കാം. ബോൾഗാട്ടിയിൽ ഒരു ലൊക്കേഷൻ കാണാൻ പോകണമെന്ന് പറഞ്ഞെന്ന് പറഞ്ഞു. ഞാൻ പെട്ടെന്ന് ഓടി പോവുകയും ചെയ്തു പുള്ളിക്കാരൻ്റെ കൂടെ. അവിടെ ചെന്നപ്പോഴത്തേക്ക് ഏതോ ഒരു റിസോർട്ടിലോട്ട് ഇങ്ങനെ കൊണ്ട് കയറ്റിക്കൊണ്ട് ഒരു ചേട്ടനെ അവിടെ ഇരിപ്പുണ്ടായിരുന്നു. സംസാരിച്ചുകൊണ്ടിരുന്നപ്പം ഈ അഡ്വക്കേറ്റ് അപ്രത്യക്ഷമായി. അപ്പോൾ ഞാൻ പിന്നെ കുറച്ച് നേരം ഉച്ച കഴിഞ്ഞ് 3 മണി ഞാൻ കണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പിന്നെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ പറഞ്ഞു, അതെ കുട്ടികൾ വരാൻ സമയമായി സ്കൂളിൽ നിന്ന്, അപ്പോൾ ഞാനെന്നാ ഇറങ്ങിക്കോട്ടെ. അങ്ങനെ ഇറങ്ങാൻ പാടില്ല, അങ്ങനെ പെട്ടെന്ന് പോകാൻ വന്നല്ലോ. എന്നിട്ട് പുള്ളിക്കാരൻ കയറി എന്നെ കടന്നു പിടിച്ചു. എന്നിട്ട് വന്നിട്ട് എന്നെ ഇങ്ങനെ കെട്ടിപ്പിടിച്ചു. ഞാൻ പുറകോട്ട് ഇല്ല ഇതെന്താ അല്ല പറഞ്ഞില്ലേ പുള്ളിക്കാരൻ പറഞ്ഞു എന്ത്. ഞാൻ പറഞ്ഞു ഞാൻ ലൊക്കേഷൻ നോക്കാൻ വന്നതാണ്, ഞാൻ അല്ല വേറെ ഒന്നും പറഞ്ഞില്ല. അപ്പോൾ പുള്ളിക്കാരനും പെട്ടെന്ന് സോറി പറഞ്ഞു. പക്ഷെ എന്നെ കൊണ്ട് കൂട്ടിക്കൊടുത്തതായിരുന്നു ഞാൻ ഈ അഡ്വക്കേറ്റ് ചന്ദ്രശേഖരൻ. ഈ പ്രൊഡ്യൂസറിന്റെ അടുത്ത് ഒരു പ്രൊഡ്യൂസറോട് വന്നാൽ വില്ലയിൽ താമസിക്കുന്നുണ്ടല്ലോ, വില്ലയിൽ അറിയില്ല ആരുടെ അടുത്ത്. എന്നോട് പരിചയപ്പെടുത്തിയത് പ്രൊഡ്യൂസറാണെന്നാ പറഞ്ഞത്. അപ്പോൾ ഞാൻ പറഞ്ഞു ചേട്ടാ ഞാൻ പോകട്ടോ എന്ന് പറഞ്ഞു. അപ്പം അയാൾ നല്ല ജെന്യൂൻ മാനായിരുന്നു. അപ്പോൾ പറഞ്ഞു സോറി ട്ടാ ഞാനും അറിഞ്ഞില്ല, മിനുവിൻ്റെ അനുവാദപ്രകാരമല്ല മിനു ഇത് വന്നെന്ന് എനിക്കറിയില്ലായിരുന്നു പറഞ്ഞു. എന്നിട്ട് ഞാൻ പിന്നെ പെട്ടെന്ന് തിരിച്ചു പോയി. ആ സിനിമയിൽ നിന്ന് എന്നെ കട്ട് ചെയ്തു. ഈ വാർത്തയുടെ വിവരങ്ങളുമായി സാലി മുഹമ്മദ് നമ്മോടൊപ്പം ഒരിക്കൽ കൂടി ചേരുകയാണ്. സാലി, ഇതിപ്പോൾ സിനിമാ മേഖലയ്ക്ക് പുറത്തുള്ള ഒരാളെ കുറിച്ചുള്ള ആരോപണമാണ് മീനു ഉന്നയിച്ചിരിക്കുന്നത്. ലോയേഴ്സ് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ എന്ന് പറയുമ്പോൾ വളരെ വലിയ സംഘടനാപരമായി വലിയൊരു ചുമതല വഹിക്കുന്ന ആളാണ് ഈ വി.എസ്. ചന്ദ്രശേഖരൻ. മാത്രവുമല്ല കെ. സുധാകരനുമായി അടുത്ത ബന്ധമുള്ള ആളുമാണ് ഈ വി.എസ്. ചന്ദ്രശേഖരൻ എന്ന് പറയുന്നത്. ഈ ചന്ദ്രശേഖരനെതിരെയാണ് ഇത്തരത്തിൽ മീനു വലിയൊരു വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത്. വിവരങ്ങൾ എന്തെല്ലാമാണ്? അതായത് തനിക്ക് മോശം അനുഭവം ഉണ്ടായി എന്നും മിനു മുനീർ രാവിലെ ചൂണ്ടിക്കാട്ടിയ പ്രമുഖ നടന്മാർക്കൊപ്പം ഒരു അഭിഭാഷകന്റെ പേര് കൂടി ഉണ്ടായിരുന്നു. മാത്രമല്ല അവർ പോസ്റ്റ് ചെയ്ത ഫേസ്ബുക്ക് പോസ്റ്റിൽ ഒരു അഡ്വക്കേറ്റ് ചന്ദ്രശേഖരൻ എന്നൊരു പേര് 5ാമതായി രേഖപ്പെടുത്തിയിരുന്നു. ആ ചന്ദ്രശേഖരൻ ആരാണ് എന്ന വിവരം അല്പം മുമ്പ് വ്യക്തമായി. അത് കെ.പി.സി.സി അധ്യക്ഷൻ കെ. സുധാകരന്റെ വളരെ അടുത്തയാള്, ലോയേഴ്സ് കോൺഗ്രസിന്റെ അഭിഭാഷക സംഘടനയായ ലോയേഴ്സ് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് എറണാകുളം സ്വദേശിയുമായ വി.എസ്. ചന്ദ്രശേഖരൻ എന്ന അഭിഭാഷകനാണ് എന്നുള്ളതാണ് വ്യക്തമായിരിക്കുന്നത്. അതിന്റെ ഈ പരാതിക്കാരി അതായത് മിനു മുനീർ ഇന്ന് രാവിലെ വിശദീകരിച്ചത് ഇപ്രകാരമാണ്. 2009 ഒരു സിനിമ ശുദ്ധരിൽ ശുദ്ധരൻ എന്ന സിനിമയുടെ ചിത്രീകരണവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളുടെ അണിയറ പ്രവർത്തകരായിരുന്നു തങ്ങളൊക്കെ. അങ്ങനെ ലൊക്കേഷൻ നോക്കാൻ പോകുന്നതിനിടെ ബോൾഗാട്ടിയിലെ ഒരു ഹോട്ടലിലേക്ക് ഈ ചന്ദ്രശേഖരൻ ഈ മിനുവിനെ വിളിച്ചുകൊണ്ടുപോയി. അവിടെ എത്തി മറ്റൊരാളുടെ മുറിയിലാക്കിയതിനു ശേഷം ഇയാൾ മാറി. ഈ മറ്റൊരാളെ പരിചയപ്പെടുത്തിയത് ഒരു പ്രൊഡ്യൂസർ, ഈ സിനിമയുടെ നിർമ്മാതാവ് എന്ന നിലയ്ക്കായിരുന്നു. അയാളെ പിന്നീട് താൻ കാണുകയോ താൻ പരിചയപ്പെടുകയോ ആരാണെന്ന് ഇപ്പോഴും ബോധ്യമായിട്ടില്ല. പക്ഷെ അയാൾ തന്നെ കടന്നു പിടിക്കാൻ ശ്രമിക്കുകയായിരുന്നു. അതിനർത്ഥം തന്നെ കാഴ്ചവെക്കാൻ, തന്നെ കൂട്ടിക്കൊടുക്കാൻ ശ്രമിക്കുകയായിരുന്നു എന്നൊരു വാക്കാണ് ഈ മിനു പറഞ്ഞത്. തന്നെ സമ്പന്നനായ മറ്റൊരു പ്രൊഡ്യൂസർക്ക് കാഴ്ചവെക്കാൻ ശ്രമിക്കുകയായിരുന്നു ഇയാൾ എന്ന് ഈ ചന്ദ്രശേഖരൻ എന്ന വക്കീൽ എന്ന് മനസ്സിലായി. ഏതായാലും അത് ഒരു കോൺഗ്രസ് നേതാവ് കൂടിയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ലോയേഴ്സ് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റാണ്. ഒപ്പം ഏറ്റവും കൗതുകകരമായ കാര്യം, സാധാരണക്കാരും പാവപ്പെട്ടവരുമായ ആളുകൾക്ക് നിയമസഹായം ലഭ്യമാക്കുന്നതിന് വേണ്ടി കോൺഗ്രസ് ഈ അടുത്ത കാലത്ത് ഒരു നിയമസഹായ വിഭാഗം ആരംഭിച്ചിരുന്നു. ആ നിയമസഹായ വിഭാഗത്തിന്റെ സംസ്ഥാന അധ്യക്ഷൻ കൂടിയാണ് ഈ വി.എസ്. ചന്ദ്രശേഖരൻ എന്ന് പറയുന്നയാൾ. കെ. സുധാകരന്റെ ഏറ്റവും അടുപ്പക്കാരനാണ്. കെ.പി.സി.സി അധ്യക്ഷൻ കൊച്ചിയിലെത്തിയാൽ അദ്ദേഹത്തിന്റെ വാഹനത്തിലാണ് ചിലപ്പോൾ യാത്ര ചെയ്യുക. അദ്ദേഹവുമായിട്ട് വളരെ അടുപ്പമുള്ള ഒരാളാണ്. അപ്പോൾ മാത്രമല്ല ലോയേഴ്സ് കോൺഗ്രസിൽ സമീപകാലത്തുണ്ടായ ചില അധികാര തർക്കങ്ങളിൽ മുൻ DGP ടി അസഫ് അലി മാറ്റി ലോയേഴ്സ് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനായി ചന്ദ്രശേഖരനെ നിയമിച്ചത് ഒക്കെ വലിയ വിവാദമായിരുന്നു. അസഫ് അലി അതിനെ തുടർന്ന് ലോയേഴ്സ് കോൺഗ്രസിന്റെ സംസ്ഥാന ഭാരവാഹിത്വം ഒഴിഞ്ഞു. അങ്ങനെ കുറെ വിവാദങ്ങൾ ഉണ്ടായി. കോൺഗ്രസിനകത്ത് തന്നെ ഇന്റേണൽ പൊളിറ്റിക്സിൽ വലിയ വിഷയമുള്ള ഒരു കേസാണ് ഈ ചന്ദ്രശേഖരന്റെ കെ.പി.സി.സി അധ്യക്ഷന് മേലുള്ള സ്വാധീനം എന്ന കാര്യം. കെ. സുധാകരൻ കൊച്ചിയുമായി ബന്ധപ്പെട്ട നിയമപരമായി എന്ത് കാര്യത്തിന് വന്നാലും ഈ ചന്ദ്രശേഖരനൊപ്പമാണ് സഞ്ചരിക്കുന്നതും കോടതിയിൽ ഹാജരാകുന്നതും മറ്റു നടപടികളെല്ലാം അങ്ങനെയാണ്. വലിയ അടുപ്പമുണ്ട്. അപ്പോൾ കോൺഗ്രസിലെ ഇന്റേണൽ പൊളിറ്റിക്സിലും വിഷയമുണ്ടായ ഒരാൾ തന്നെയാണ് കെ. സുധാകരനൊപ്പമുള്ള ഈ വി.എസ്. ചന്ദ്രശേഖരൻ എന്നയാൾ. അയാളെ കുറിച്ചാണ് ഇത്തരത്തിൽ ഒരു ആരോപണം ഇന്ന് ഉയർന്നു വന്നിരിക്കുന്നത്. നടി മിനു മുനീറാണ്. സാലി മുഹമ്മദാണ് വിവരങ്ങൾ പങ്കുവച്ചത്. കെ.പി.സി.സി പ്രസിഡന്റ് കെ. സുധാകരന്റെ നോമിനിയായ ചന്ദ്രശേഖരനെതിരെ വലിയ ആരോപണം മീനു മുന്നോട്ട് വെച്ചിരിക്കുകയാണ്.